കരയരുത്, മതി മതി കരഞ്ഞത്. എന്നെ എത്ര പേര് നമ്മുടെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള പാരൻസ് പറയുന്ന മെയിനായിട്ടും പറയുന്നൊരു കാര്യമാണ്, ഇവർ ഒത്തിരി കരയുമ്പോൾ നമ്മൾ പാനിക്കാവും അല്ലേ. ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവർ ഈ കരയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനാണ്. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ വേല ഇറക്കുന്നതാണ്. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ ഇവരോട് കരയണ്ടെന്ന് പറയുന്നത്. സെയിം വേ ഇവർ ദേഷ്യപ്പെടുവാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് വാലിഡേറ്റ് ചെയ്യാണ്ട് നമ്മളത് സപ്രസ് ചെയ്യിക്കാനാണ് അറിഞ്ഞോ അറിയാതെയോ. നമ്മളെ പാരന്റ് ചെയ്തൊരു രീതി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളെപ്പോഴും ഈ കരയുന്ന കുട്ടികളോടോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നവരോടോ അല്ലെങ്കിൽ ഒച്ച ഉയർത്തുന്നവരോടോ നമ്മൾ സാധാരണ എന്താണ്, ആ ഇമോഷൻ സപ്രസ് ചെയ്യാനാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പോലും നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പോലും ചിലപ്പോൾ നമ്മൾ പറയുന്നത്. ആ പറയുന്നത് കൊണ്ട് ശരിക്കും ഇവർക്ക് എന്താണ്, ആ ഇമോഷൻസ് സപ്രസ് ചെയ്യുന്നത് അവരെ സൈലൻ്റ് ആക്കുമെങ്കിലും ഒരു കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോഴത്തേക്കും ആ ഇമോഷൻസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടാവും. അത് ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും പുറത്തു വരുന്നത്. ആൻസൈറ്റി ആയിട്ട്, ഡിപ്രഷനായിട്ട്, അതും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ കുറച്ചും കൂടെ എന്താണ് അഗ്രസീവായിട്ടോ ഒക്കെ ആയിട്ട് അത് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ശരിക്കും നമ്മൾ പാരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇമോഷൻസ് നമുക്ക് തോന്നുമായിരിക്കും ഇവർ ചുമ്മായാ കരയുന്നേ, അല്ലെ ആവശ്യമില്ലാതെ കരയുന്നേ, അല്ലെങ്കിൽ ഇവർ വേല ഇറക്കുകയാണ്, ഇതെന്ത് തോന്നിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇവർ കരയുകയാണെങ്കിൽ കരയാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. ഇവർ ദേഷ്യപ്പെടുവാണെങ്കിൽ അതും അങ്ങനെ ചെയ്തോട്ടെ. ആരെയും ഹേർട്ട് ചെയ്തിട്ടല്ല, അവരുടെ ആ ഇമോഷൻസ് നമ്മൾ റിയലൈസ് ചെയ്യണം, വാലിഡേറ്റ് ചെയ്യണം. അവർക്ക് തോന്നണം നമ്മൾ ഓക്കെ ആണ്. ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു അവർക്ക് വീട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ പുറത്ത് പോയിട്ട് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അവർക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു ഏരിയ നമ്മുടെ വീടാണ്. അപ്പോൾ ആ വീട്ടിൽ അവർക്ക് എന്തും എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായി കൊടുക്കുക തന്നെയാണ് വേണ്ടത്. ഇമോഷൻസ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ, അതിനൊരു പേരിടാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വരുന്ന ഇമോഷൻ എങ്ങനെയാണ് അത് റെഗുലേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കാനുള്ളൊരു വേദിയാണ് നമ്മുടെ വീടുകൾ. അതിന് പകരം നമ്മളിത് സപ്രസ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകും തോറും ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മളെ കരയാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെ നമ്മൾ ഇച്ചിരി ഒച്ചയിട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ പേരൻസിൻ്റെ പ്രതികരണം. അതേപോലെ തന്നെ നമ്മൾ ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇവരുടെ ഇമോഷൻസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതുപോലെ ആ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസ് നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. അത് എന്താണ്, നമുക്ക് അപ്പോൾ അത് കറക്റ്റ് ചെയ്യൊന്നും വേണ്ട. ഇപ്പോൾ ഇവർ കരയുകയാണ് അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയാണെങ്കിൽ അവരത് ചെയ്തോട്ടെ എന്ന് വെക്കണം. എന്നിട്ട് പയ്യെ അവരൊന്ന് കാമായതിന് ശേഷം, അവർ കാമായിട്ട് നമ്മളതിനെ ഇപ്പോൾ കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം, സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കാം. അവരാ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ കരഞ്ഞു കൂവിയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപദേശം കൊടുത്താലും തലയ്ക്കകത്തോട്ട് കയറത്തില്ല. നമ്മുടെ കേസിലും അത് തന്നെയാണ്. നമ്മൾ കരഞ്ഞ് വശം കെട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഉപദേശം വന്നു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കത്തില്ല. സെയിം വേ നമ്മളൊന്ന് സമാധാനമായിട്ട് നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം. സോ ഇമോഷൻസ് സപ്രസ് ചെയ്യല്ല വേണ്ടത്. നമ്മൾ അവരുടെ കൂടെ ഇരിക്കുക, ചെറുതായിട്ടൊന്ന് തോളിൽ തട്ടുക, ഇത്രേ ആവശ്യമുള്ളൂ.